Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. ഇന്നലെ നല്ലൊരു ഡേ ആയിരുന്നു എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ വീഡിയോ കണ്ട് അനാലിസിസ് ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ട്രാറ്റജി വെച്ചിട്ട് ഇന്നലെ ആ ഒരു രാവിലത്തെ ബുള്ളിഷ് മൂവ് ക്യാപ്ചർ ചെയ്തവർക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഡേ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ അനാലിസിസ്. അതായത് ഫ്രൈഡേ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ നൈറ്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. അതായത് 25,850 കറക്റ്റ് എക്സാക്ട്. അതിന് എൻ്റെ ലാസ്റ്റ് വീഡിയോ ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു, ശബ്ദം ലേശം പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് ടുഡേ ഓക്കെ ആയിരിക്കും. 25,850 ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,850ക്ക് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ, അല്ലെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോങ് എൻട്രി ക്യാൻഡിൽ ക്ലോസ് അബോവ് 25,850. ഓക്കെ, ബിയർസ് പ്ലാൻ നമ്മുടെ ഇതായിരുന്നു. 25,720ക്ക് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ നമ്മൾ താഴോട്ടുള്ള ഈ ടാർഗറ്റ്സ് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യും. മോളോട്ടുള്ള നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയുള്ള 25,950 ഈ ഏരിയ, അതായത് നമ്മുടെ 20-ാം തീയതിയുടെ ഹൈ. ഓക്കെ, 20-ാം തീയതിയുടെ ഹൈ ആയിരുന്നു നമ്മുടെ മോളോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ്. ടാർഗറ്റ് നമ്മുടെ അച്ചീവ് ആയിട്ടില്ല. കാരണം ഇവിടുന്ന് ഇത്രയും നല്ലൊരു മൂവ്മെന്റ് ചെയ്തിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജിലോട്ട് പോയിട്ടാണ്. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 26,100 ആണ്. അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള 26,050 അല്ല 2650. ഓക്കെ, 2650, അതിന്റെ മുകളിൽ 26,100. ഇത് രണ്ട് ടാർഗറ്റ് ഉണ്ട് നമുക്ക് മുകളിലോട്ട്. ഓക്കെ, നാളത്തെ കാര്യം അറിയാലോ. നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നാളെ നിഫ്റ്റി മോർണിംഗിൽ ചിലപ്പോൾ ഒരു സൈഡ് വേസിൽ പോകാം. അറൗണ്ട് 40-50 ഉള്ള ഒരു നമ്മുടെ ഇപ്പോഴത്തെ 40 തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്യാം നിങ്ങൾ. പ്രീമിയം എന്താണെന്ന് വെച്ചാൽ പ്രീമിയം ചിലപ്പോൾ ആഫ്റ്റർനൂൺ ഒരു മണി കഴിഞ്ഞിട്ട് ആ പ്രീമിയം ഒരു 15 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപയൊക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഷാർപ്പ് മൂവ്മെന്റ് മുകളിലോട്ട് തരിക, അല്ലേ. ഇപ്പൊ നമുക്ക് ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കാം. ഇത് നാളത്തെ അനാലിസിസ് ആണ്. നാളത്തേക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ജസ്റ്റ് ചെറുതായിട്ട് ഒരു 2-3 ടച്ച് ഉണ്ട്. ജസ്റ്റ് ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വരച്ചു നോക്കാം. നിഫ്റ്റി ഇതിപ്പം ഈ ട്രെൻഡ് ലൈനിന്റെ ഇത് കഴിഞ്ഞു ഓൾറെഡി. ഇത് താഴോട്ട് വന്നു ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഇന്നലത്തെ എബോവ് 25,850ക്ക് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഇപ്പൊ 26,000 താഴെയാണ്, 26,000 താഴെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇന്ന് 2-3 വട്ടം 26,000 ബ്രേക്ക് ചെയ്യാൻ നോക്കി, ബട്ട് കഴിഞ്ഞില്ല. ബട്ട് അത് മാർക്കറ്റിൽ ഇത് ഇത്രയും നല്ലൊരു മൂവ്മെന്റ്, ഒരു 170 രൂപ പോയിന്റ്സിന്റെ മൂവ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടാണ് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും നിഫ്റ്റി ആ ഒരു 25,950 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് നിഫ്റ്റി നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. നാളെ നിഫ്റ്റി ഫർദർ മൂവ് ഇവിടുന്ന് മുകളോട്ട് നിഫ്റ്റി തരികയാണെങ്കിൽ, നമുക്ക് ഇവിടുന്ന് മുകളോട്ട് തരികയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് നാളെ തരികയാണെങ്കിൽ നമുക്ക് ബൈ തന്നെയാണ് വരുന്നത്. അതായത് 25,720, അതായത് ഈ ലോ, അതായത് ഈ ഒരു സിംഗ് ലോ ഉണ്ടല്ലോ, അതായത് ഈ ഒരു മൂവ്മെന്റിന്റെ ലോ ഇതാണ്. അതായത് ഈ ഒരു ഫുൾ മൂവ്മെന്റിന്റെ ലോ ഇതാണ്. ഈ മൂവ്മെന്റിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കത്തില്ല. ഓക്കെ, നമ്മൾ ഇവിടെ ഏത് ഏരിയയിലും നമ്മൾ കണ്ടാലും നിഫ്റ്റിനെ, അതായത് 25,840 മുകളിൽ 25,850 മുകളിൽ ഇവിടെ എവിടെയാണെങ്കിലും നിഫ്റ്റി വന്നാലും നമ്മൾ ഒരു ബൈങ്ങിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. നമ്മൾ നല്ലൊരു പ്രൈസ് ആക്ഷൻ നോക്കി ബൈങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. സെല്ലിങ്ങിലോട്ട് നമ്മൾ പോകണമെങ്കിൽ ഇനി 25,720 താഴെ പോകണം. 750 അല്ല, 720. ഈ ലോയുടെ താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സെല്ലിങ്ങിലോട്ട് പോകത്തുള്ളൂ. അതർവൈസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബൈ മാത്രമായിരിക്കും. ഓക്കെ, നമ്മൾ ബൈങ് മാത്രമേ ഫോക്കസ് ചെയ്യുക. കാരണം എന്താ വെച്ചാല് മാർക്കറ്റിന്റെ എന്താ പറയാ ഫണ്ടമെന്റലൊക്കെ ഓക്കെയാണ്. Q2 റിസൾട്ട്സ് വരുന്നതും എല്ലാം അത്യാവശ്യം നല്ലതാണ്. മാർക്കറ്റിൽ ഇപ്പം ഒരു താഴോട്ട് പോകാനുള്ള ഒരു ഇത് മാർക്കറ്റിൽ കാണുന്നില്ല. അതുമല്ല, ലാസ്റ്റ് വീക്ക് നമ്മൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് വീക്ക് നമ്മൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഒരു എന്താ പറയാ ഒരു ഡോജിയാണ്. ഒരു ഡോജിയല്ല, ഒരു ഡോജിയാണ്. അപ്പൊ ഈ ഡോജിയുടെ ഏത് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നോ അങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ്. അറിയാലോ, ഒരു ഇൻഡിസിഷൻ ആണ് ഈ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒബ്വിയസ്ലി മാർക്കറ്റ് നമ്മുടെ ലാസ്റ്റ് വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്യാതെ തന്നെ മാർക്കറ്റ് അപ്പ് മൂവ് ആണ് കാണിച്ചിട്ടുള്ളത്. സാധാരണ
അതിന് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീക്ക് ഇന്ന് അതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് പ്രതീക്ഷിക്കായിരുന്നു. ബട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. സോ നമ്മൾ ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്നാണ്. നമ്മൾ എങ്ങോട്ടാണോ ട്രെൻഡ് പോകുന്നത് അതിനൊപ്പമാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതും. അതല്ലാതെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് ഡേ ടൈം ഫ്രെയിമിലോ 1 അവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഹൈയുടെ ഒരു റീട്രേസ് ആയിരിക്കും ഇത്. ഓക്കെ, ഈ ഹൈയുടെ ഒരു റീട്രേസ്മെന്റ് ആയിരിക്കും ഈ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു ഹൈ ഉണ്ടാക്കി ഒരു ഹയർ ലോ എന്തായാലും ഉണ്ടാക്കണം. ഞാൻ ആദ്യം മുതൽ 2 ദിവസം മുന്നേ വരയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫിബ് നമ്മൾ ഓൾറെഡി വരച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മൂവ്മെന്റിന്റെ ഒരു 30% വന്നിട്ട് 50% വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് പ്രീമിയം ഏരിയ കിട്ടിയത്, അതായത് 25,600 കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ലായിരുന്നു, നമുക്ക് താഴേന്ന് ബൈ കിട്ടുമായിരുന്നു. ബട്ട് ഈ ഒരു 30% തന്നെ നിഫ്റ്റി തിരിഞ്ഞിട്ടുണ്ട്. സോ എനിവേ ഗുഡ്, നമ്മൾ എങ്ങോട്ടാണോ പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം അല്ലേ. സോ 25,720 നിഫ്റ്റി മുകളിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ 25,966 നിൽക്കുന്നത്. സോ ഇറ്റ്സ് ഗുഡ്. ഇപ്പൊ നാളത്തെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് പുട്ട് സെല്ല് ചെയ്യാം. ഓക്കെ, അതായത് സെല്ല് ചെയ്യുന്നവർക്ക് നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പുട്ട് സെല്ല് ചെയ്യാൻ എനിക്ക് വലിയ എമൗണ്ട് ഒന്നും വേണ്ട വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താ പ്രീമിയം എന്ന് വെച്ചാൽ. നോക്കിയിട്ടില്ല, ഞാൻ ബയ്യറാണ്. സോ ഞാൻ പറയാം, ബയ്യർ ആണെങ്കിൽ പോലും നാളത്തെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പുട്ട് സെല്ല് ചെയ്യുക. പുട്ട് സെല്ല് ചെയ്യുന്നത് പറഞ്ഞാൽ സെല്ലറിന്റെ ഇതില് മുകളിലോട്ട് പോകുന്നതിനാണ് പുട്ട് സെല്ല് ചെയ്യുക. അതായത് ആസ് എ സെല്ലർ നമ്മൾ ആസ് എ ബയ്യർ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കോൾ ബൈ ചെയ്യും, താഴോട്ട് പോകുമ്പോൾ പുട്ട് ബൈ ചെയ്യും, താഴോട്ട് പോകുമ്പോൾ പുട്ട് ബൈ ചെയ്യും. സോ നമ്മുടെ ഓപ്പോസിറ്റ് ആണ് സെല്ലർ ചെയ്യുക. അവര് മുകളിലോട്ട് പോകുമ്പോൾ പുട്ട് സെല്ല് ചെയ്യും, താഴോട്ട് വരുമ്പോൾ കോൾ സെല്ല് ചെയ്യും. സോ ഇവിടുന്ന് പുട്ട് സെല്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം DK അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മുകളിലോട്ട് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ 26,100 ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് പുട്ട് സെല്ല് ചെയ്യാം. ഓക്കെ, 26,100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ബൈ ചെയ്യാം. സോ ഇതിന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് വരത്തില്ല, നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. കാരണം പ്രീമിയം DK അടിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് വരും. അത് കഴിഞ്ഞ് നല്ലൊരു മൊമെന്റ് മാർക്കറ്റ് തരികയാണെങ്കിൽ നമ്മൾ കോൾ ബൈ ചെയ്ത് ഈ പൊസിഷൻ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കാരി ഫോർവേഡ് ചെയ്യാം. അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ മുകളിലോട്ടുള്ള പ്ലാൻ. അതായത് ഇത് നാളെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരികയാണെങ്കിൽ ആദ്യം കോൾ ബൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ പുട്ട് സെല്ല് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ കോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റിൽ സെല്ലർ എന്താ ശ്രമിക്കാന്ന് വെച്ചാൽ മാർക്കറ്റ് DK അടിപ്പിക്കാൻ നോക്കും. ഓക്കെ, ഇവിടെ തന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ നമ്മൾ കോൾ ബൈ ചെയ്താൽ നമ്മുടെ പ്രീമിയം DK അടിക്കും, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ചത്തെ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പം വലിയ DK വരത്തില്ല. സോ അത് കഴിഞ്ഞിട്ട് ഫർദർ മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അതല്ല നാളത്തെ എക്സ്പയറി നിങ്ങൾ 0 to 0 ഉള്ള ഒരു ഇതിലാണ് എടുക്കുന്നതെങ്കിൽ, അതല്ല നിങ്ങളുടെ കയ്യിൽ പുട്ട് സെല്ല് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ഇല്ലെങ്കിൽ നാളെ ഈ ബ്രേക്ക് ഔട്ടിൽ തന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക. കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള പ്രീമിയത്തിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഒരു പ്രീമിയം DK അടിച്ച് പ്രീമിയം ചിലപ്പോൾ ഒരു 15 രൂപ 20 രൂപയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഒരു സ്പൈക്ക് വരിക. സോ അപ്പോൾ ട്രേഡ് ചെയ്യുക നോക്കിയിട്ട്. അതായത് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ ഇവിടുന്ന് തന്നു കഴിഞ്ഞിട്ട്, ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഹൈ ലോയും മാർക്ക് ചെയ്യുക. എപ്പോഴാണ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ആ ഹൈ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, DK ആവും, അങ്ങനെ ഒരുപാട് ലോസുകൾ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ A. അതായത് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലുള്ള പ്ലാൻ A ഇതാണ്. പ്ലാൻ B, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചോ, ചാടി കയറി സെല്ല് ബൈ ചെയ്യരുത്, നാളെ എക്സ്പയറി ഡേ ആണ്. സോ മാർക്കറ്റ് താഴോട്ട് പോകുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു മൊമെന്റം തരുന്നുണ്ട് നോക്കുക, എന്നിട്ട് ബൈ ചെയ്യുക. ഓക്കെ, കോൾ ബൈ ചെയ്യുക. അപ്പോൾ കോൾ ബൈ ചെയ്യുമ്പോൾ ആലോചിക്കണം നാളെ എക്സ്പയറി ആണ്, എക്സ്പയറി ഡേ ആയതുകൊണ്ട് DK ഉണ്ടാവും. സോ നെക്സ്റ്റ് വീക്കിലെ ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുക്കുക, അടുത്ത ആഴ്ചത്തെ ഒരു
കോൺട്രാക്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ ചെറിയായിട്ടൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്താൽ നമുക്ക് വലിയ നഷ്ടം വരില്ല. സോ അത് കഴിഞ്ഞ് മൊമെന്റം കിട്ടിയാൽ നമുക്ക് നല്ല മൊമെന്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് മൂവ്മെന്റ്, ഫ്ലാറ്റ് ഓപ്പണിങ്ങിലുള്ളയും ഗ്യാപ്പ് അപ്പിലുള്ളയും നമ്മുടെ പ്ലാൻ. അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു വട്ടം കൂടെ പറയാണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളോട്ട് പോവുകയാണെങ്കിൽ പുട്ട് സെല് ചെയ്തിട്ട് ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ കോൾ ബൈ ചെയ്യുക, കൺസോൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതല്ല ഗ്യാപ്പ് അപ്പിലാണ് വരുന്നെങ്കിൽ താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഡേ ഹൈയില് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ കൊടുക്കുക. ഗ്യാപ്പ് അപ്പാണ്, ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഇവിടുന്ന് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മൊമെന്റ് വരികയാണെങ്കിൽ ഇവിടുന്ന് ബൈ കൊടുക്കുക, അല്ലെങ്കിൽ പുട്ട് സെല് ചെയ്യുക, വാട്ട് എവർ. ബൈ കൊടുക്കാൻ നാളത്തെ ബൈ കൊടുക്കാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നാളെ നല്ലൊരു മൊമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും, പ്രീമിയം ഡി കെ ഭയങ്കരമായിട്ട് വരും. ഓക്കെ, ആഫ്റ്റർനൂൺ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡി കെ അടിച്ചു പോകും, പ്രീമിയം 0 ആയി പോകും. സോ അത് നോക്കി വേണം ചെയ്യാൻ. അപ്പം കാരണം ഇവിടെ മുകളിലാണ് ഗ്യാപ്പ് അപ്പിലാണ് വരുന്നെങ്കിൽ താഴെ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രീമിയം ഏതെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. അത് ഇവിടുന്ന് ബൈ വരുമ്പോൾ തന്നാൽ നമുക്ക് ഒരു 30-40 പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് താഴെ വന്നിട്ട് ബൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതല്ല മാർക്കറ്റ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബൈങ്ങിലോട്ട് പോകത്തില്ല, നമ്മൾ നോക്കും പ്രൈസ് ആക്ഷൻ എന്താണെന്ന്. സോ മാർക്കറ്റ് താഴോട്ട് വന്നിട്ടാണ്, അതായത് പ്രൈസ് ആക്ഷൻ താഴോട്ട് വന്നിട്ടാണ്, ഈ ഒരു ഗ്യാപ്പ് താഴെ കിടക്കുന്നുണ്ട്, താഴോട്ട് വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിലും നമ്മൾ അതായത് 25,950 മുതൽ 25,850 വരെ, ഓർ ഇന്ന് ഈ ഒരു ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്യാൻ 800 വരെ, ഈ സോണിൽ നിന്ന് എവിടെ കിട്ടിയാലും നമുക്ക് ബൈങ് ആണുള്ളത്. ഓക്കെ, പ്രൈസ് ആക്ഷൻ നോക്കി ബൈ ചെയ്യണം. അതായത് ഇതേപോലെ ഒരു ബുള്ളിഷ് ഈ ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ, 1 2 3 4 5 ക്യാൻഡിലിനെ കവർ ചെയ്തിട്ട് ഫുൾ വോളിയം ഒരു ക്യാൻഡിലാണ്. അപ്പം അതൊരു ബുള്ളിഷ് മർബൂസും ഇതേപോലത്തെ ഒരു ക്യാൻഡിലൊക്കെ കാണുകയാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ എന്താണെന്ന് നോക്കി ട്രേഡ് ചെയ്യാം. ഓക്കെ, EMA യൂസ് ചെയ്യുന്നവരാണെങ്കിൽ EMA യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യത്തില്ല, സെല്ലപ്പം വരെ ചെയ്യത്തില്ല. 25,720 ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ സെല്ല് ചെയ്യത്തില്ല. ഓക്കെ, 760 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ സെല്ലിങ്ങിലോട്ട് പോകത്തുള്ളൂ. അതുവരെ നമ്മൾ സ്റ്റിൽ ബുള്ളിഷ് ആയിരിക്കും. സോ 25,966 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 26,100 നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കാം. 26,100 മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ 26,200, 250, 300, 350 അങ്ങനെയുള്ള ഓൾ ടൈം ഹൈയിലോട്ടുള്ള ടാർഗറ്റ്സ് നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. സോ നാളെ എക്സ്പയറി ഡേ ആണ്, എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. നമ്മൾ പ്ലാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് ആണ്, ഞാൻ വരച്ചിട്ടില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മുകളിലോട്ട് മാർക്കറ്റിൽ നല്ലൊരു ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പുട്ട് സെല്ല് ചെയ്യുക. ഓക്കെ, പുട്ട് സെല്ല് ചെയ്യുക. ഞാൻ കുറേ വട്ടം പറയുന്നത് നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിലായിരിക്കും നമുക്ക് ആ ഒരു സ്ട്രൈക്ക് കിട്ടുക. സോ പുട്ട് സെല്ല് ചെയ്യുക. പുട്ട് സെല്ല് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ 26,100 മുകളിൽ കയറുകയാണെങ്കിൽ കോൾ ബൈ ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ അടുത്ത അതിനുള്ള പൈസ നമ്മുടെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ എക്സ്പയറി എടുക്കുക. സോ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് അടിക്കുള്ളൂ. നാളത്തെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നല്ലോണം പോകും. സോ നാളത്തെ നമുക്ക് ജസ്റ്റ് നമ്മൾ ലോങ് എൻട്രി ഇന്ന് വെച്ച പോലെ തന്നെ ഞാൻ നാളത്തേക്ക് വെക്കുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ് വെച്ച് വെക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ലോ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ നാളത്തെ ലോങ് എൻട്രി പ്ലാൻ. ഓക്കെ, താഴോട്ടുള്ള എൻട്രി പ്ലാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടാം. ഇതിൻ്റെ താഴെ പോയാൽ മാത്രമേ നമ്മൾ താഴോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുകയുള്ളൂ. അതർവൈസ് നമ്മൾ താഴോട്ട് ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇതെല്ലാം നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്സ് ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള പ്ലാൻ. ഓക്കെ, ഇതിൻ്റെ താഴെ ക്ലോസ് വന്നാൽ നമ്മൾ താഴോട്ടുള്ള എൻട്രി നോക്കും. സോ ഇത് ഇന്നലത്തെയാണ്, ഇത് ചെയ്യാം. ഇത് നോ എൻട്രീസ്, നോ ട്രേഡ് സോൺ, ഇതല്ല നോ ട്രേഡ് സോൺ ഞാൻ കളിയാണ്. സോ നോ ട്രേഡ് സോൺ കാരണം ഇതിനുള്ളിൽ എവിടെ നമ്മൾ വന്നാലും നമ്മൾ ബൈങ്ങിലോട്ടാണ് പോകുന്നത്. സോ ഇതിനുള്ളിൽ ഈ ഏരിയയിൽ നമ്മൾ, അതായത് 25,850 മുകളിൽ എവിടെ വന്നാലും നമുക്ക് ബൈങ് ആണ്. ഇവിടെ വന്നിട്ട് ഇതേപോലെ പ്രൈസ് ആക്ഷൻ ഗ്യാപ് ഡൗണിൽ വീണിട്ട് പ്രൈസ് ആക്ഷൻ ഇതേപോലെ കാണിക്കുകയാണെങ്കിൽ മാത്രം ബൈങ് ആണ്. ഓക്കെ, അതല്ല ഗ്യാപ് ഡൗൺ വീണിട്ട് മുകളിലോട്ട് പോകുന്ന പറഞ്ഞ് ആരും ബൈ ചെയ്ത് വെക്കരുത്. കാരണം നേരെ വന്ന്
ഈ 25,720 ബ്രേക്ക് ചെയ്ത മാർക്കറ്റിൽ നല്ലൊരു സെല്ലിങ് പിന്നെ കയറി വരും. സോ ബട്ട് മാർക്കറ്റ് 25,909 മുകളിൽ നിൽക്കുന്നവരെ നമ്മൾ സ്ട്രോങ് ബുള്ളിഷാണ്. OI ഞാൻ നോക്കിയായിരുന്നു, OI 26,000 സ്ട്രോങ് മൈനർ റെസിസ്റ്റൻസ് ഉള്ളൂ. 26,100 ഹെവി റെസിസ്റ്റൻസ് ഉണ്ട്. 25,950 നമുക്ക് സ്ട്രോങ് സപ്പോർട്ടാണ്. അതായത് ഓപ്പൺ ഓർഡറുകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. സോ 950, 900 ഒക്കെ നമ്മുടെ സ്ട്രോങ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സൈഡ് വേസ്, കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണെങ്കിൽ ചാൻസ് കൂടുതൽ. ട്രെൻഡ് അപ്പാണ്. മാർക്കറ്റ് ഇവിടെ നിന്നുള്ള ഈ റാലി കഴിഞ്ഞിട്ട് ഒരു ഹയർ ലോ ഉണ്ടാക്കിയിട്ട് അടുത്ത ഹയർ ലോ ഉണ്ടാക്കിയിട്ട് അടുത്ത ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നാളെ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിൾ ആയി ട്രേഡ് ചെയ്യുക. സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.